നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ, രാജ്യത്തിൻ്റെ സാഹചര്യത്തിൽ മതനിരപേക്ഷത, ഫെഡറൽ സംവിധാനം ഇവയെല്ലാം സംരക്ഷിക്കപ്പെടൽ വളരെ പ്രധാനമാണ്. അതിന് ഒട്ടേറെ വെല്ലുവിളികളാണ് രാജ്യമിപ്പോൾ അഭിമുഖീകരിക്കുന്നത്. ആ ഒരു സന്ദർഭത്തിൽ കൃത്യമായ ബദൽ പരിപാടി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇടതുപക്ഷവും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പ്രവർത്തിക്കുന്നത്. നമ്മുടെ കേരളത്തിൻ്റേതായ ഒരു പ്രത്യേകത, സംസ്ഥാനത്ത് നടപ്പാക്കുന്ന ബദൽ നയങ്ങൾ മതനിരപേക്ഷതയും മതനിരപേക്ഷതയുടെ മൂല്യങ്ങളും സംരക്ഷിക്കുന്നതിന് കൂടുതൽ കരുത്തു പകരുന്നവയാണ്. അതിൻ്റേതായ പ്രത്യേകത നമ്മുടെ നാടിനുണ്ട്. അത് രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളെല്ലാം കേരളത്തിൻ്റെ ഈ പ്രത്യേകത അംഗീകരിക്കുന്നതുമാണ്. അപ്പോൾ ഇതിനെ കൂടുതൽ കരുത്തുറ്റതാക്കാൻ ഉള്ള സമീപനമായിരിക്കണം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ സ്വീകരിക്കേണ്ടത് എന്നതാണ് പൊതുവെ മുന്നോട്ട് വെക്കാനുള്ള അഭ്യർത്ഥന. ഇപ്പോൾ ഇവിടെ ഇന്ന് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഈ നഗരത്തിന് വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് നമുക്കെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. ആളുകളുടെ കൺമുന്നിൽ നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങൾ, ആ മാറ്റങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നവയാണ്. സാധാരണ വികസനമല്ല, ജനങ്ങളുടെ ജീവിത നിലവാരത്തെയും നഗരത്തിൻ്റെ വികസനത്തെയും നേരിട്ട് സ്പർശിക്കുന്ന മാറ്റമാണ് കൊച്ചിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കൊച്ചി മെട്രോ, വാട്ടർ മെട്രോ, ഇതെല്ലാം കേരളത്തിൻ്റെ ആകെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. വാട്ടർ മെട്രോയുടെ കാര്യത്തിൽ രാജ്യത്തെ മറ്റ് പല സംസ്ഥാനങ്ങളും അവിടങ്ങളിൽ ഇത് പകർത്തുന്നതിന് വേണ്ടിയുള്ള ബന്ധപ്പെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ രാജ്യത്തുള്ള മറ്റ് സംസ്ഥാനങ്ങൾ മാത്രമല്ല, വിദേശ രാഷ്ട്രങ്ങൾ പോലും വാട്ടർ മെട്രോയുമായി ബന്ധപ്പെട്ട് ആ രാജ്യങ്ങൾ ഇത് പ്രാവർത്തികമാക്കുന്നതിനുള്ള ചർച്ചകളിൽ ഏർപ്പെടുകയുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.